മോദി രാജ്യത്തിന്റെ കാവൽക്കാരനല്ല കൊള്ളക്കാരനെന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. മോദി ഭരണത്തിൽ വ്യവസായികൾക്ക് അമിത്ഷായുടെ മകനുമാണ് നേട്ടമുണ്ടായത്. ഭരണഘടനയും ജനാധിപത്യവും ആക്രമിക്കപ്പെടുകയാണെന്നും മോദിക്കെതിരെ രാഹുലിന്റെ കടന്നാക്രമണം. वो क्षण देश ने देख लिया है, देश को समझ आ गई है बात, चौकीदार नहीं है भागीदार है। अब चलते हैं फॉरेन पॉलिसी पे, थोड़ा फॉरेन पॉलिसी के बारे में बोलते हैं. വിശദാംശങ്ങൾ ഹരീഷ് നൽകും. ഹരീഷ്, അതായത് രൂക്ഷമായ വാഗ്വാദമാണ് ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത്. അവിശ്വാസ പ്രമേയത്തിന്മേൽ, അതിന്റെ ചർച്ചയിന്മേൽ രൂക്ഷമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ നേരിട്ടത്. റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിലടക്കം മോദിക്കും BJPക്കും ഒരു മൗനമായിരുന്നു. അതോ പ്രതിരോധിക്കാൻ എഴുന്നേറ്റ നിർമ്മലാ സീതാറാം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞോ, അതോ അതും പൊള്ളയായ രീതിയിൽ UPA സർക്കാരിന്റെ കാലത്തേക്ക് ചേർത്ത് വയ്ക്കുന്ന സാഹചര്യം? ഇതിലൊക്കെ ഏത് നിലയിലാണ് ചർച്ചകൾ സഭയിലുണ്ടായത്? ഇപ്പോഴത്തെ നില എങ്ങനെയാണ്? പ്രജീഷ്, സഭ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസും പ്രതിപക്ഷവും എന്താണോ തീരുമാനിച്ചത് അത് രാഹുൽ ഗാന്ധിയിലൂടെ സാധിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം അക്കമിട്ട് നിരത്തിയായിരുന്നു ഓരോ കാര്യങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധി ചുരുങ്ങിയ സമയത്തുള്ളിൽ സംസാരിച്ചത്. അത് എന്തായാലും ഭരണപക്ഷമായ മോദി സർക്കാരിന് ഏറ്റവും നല്ല തിരിച്ചടിയാണ്. കാരണം രാവിലെ ശിവസേന കൈയൊഴിഞ്ഞതോടെ ഏറ്റവും വലിയ തിരിച്ചടി മോദി സർക്കാരിന് കിട്ടി. അതിനുശേഷം തൊട്ടുപിറകെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം. അതുകൂടി ആയപ്പോൾ എന്തായാലും മോദി സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനം കൂടി കിട്ടിയതോടുകൂടി തന്നെ എന്താണോ പ്രതിപക്ഷം തീരുമാനിച്ചത് അത് നടന്നു. കാരണം പ്രതിപക്ഷത്തിന് ആദ്യമേ വ്യക്തമായി തന്നെ ബോധ്യമുണ്ട്, അവിശ്വാസ പ്രമേയം പാസാക്കി വോട്ടെടുപ്പിലൂടെ എന്തായാലും സർക്കാരിനെ താഴെയിടാൻ കഴിയില്ല എന്ന് ആദ്യമേ തന്നെ വ്യക്തമായ ബോധ്യം എന്തായാലും പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ എന്തെല്ലാം വിഷയങ്ങൾ, കാരണം 4 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണം ഏതു തരത്തിൽ രാജ്യത്തെ ജനങ്ങളെ വേട്ടയാടി ആ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ആദ്യമേ ഈ പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു എന്ന് വ്യക്തമാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേറ്റ സമയം തൊട്ട് തന്നെ സഭ പ്രക്ഷുബ്ധമായിരുന്നു. പക്ഷെ ഒരു തരത്തിൽ മാത്രമേ പ്രക്ഷുബ്ധമായിരുന്നു. കാരണം അദ്ദേഹം തുടങ്ങിയത് GSTയിലൂടെ തുടങ്ങി, അദ്ദേഹം നോട്ട് നിരോധനത്തിലൂടെ സംസാരിച്ചു. റാഫേൽ അഴിമതി എത്തിയതോടുകൂടി തന്നെ അദ്ദേഹം ഈ പറയുന്ന മോദി സർക്കാരിനെയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം എല്ലാവരെയും രൂക്ഷമായ രീതിയിൽ തന്നെ ഒരു വിമർശനം ഉന്നയിച്ചു. ഒരു തരത്തിൽ ഒരു ബലപരീക്ഷണം നടന്നു, ബലാബല പരീക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും രൂക്ഷമായ വിമർശനത്തിലൂടെ എന്തായാലും പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. എന്തായാലും രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനായതിനു ശേഷം രാഹുൽ ഗാന്ധി ഏതു വേദിയിൽ പ്രസംഗിച്ചോ അവിടെ ഉന്നയിച്ച എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും അദ്ദേഹം ലോക്സഭയിലും ഉന്നയിച്ചു. കാരണം അവിശ്വാസ പ്രമേയത്തിലൂടെ ഈ കാര്യങ്ങൾ തുറന്നടിക്കാൻ കഴിയുക എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇന്ന് ഇന്ത്യൻ രാജ്യം ഉറ്റുനോക്കുന്നത് ലോക്സഭയിലേക്കാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അത് എന്തായാലും മോദി സർക്കാരിന് ഒരു തിരിച്ചടിയാവുമെന്ന് വ്യക്തമായ ഉറപ്പാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന് മുന്നോടിയായി വരാൻ പോകുന്ന ഈ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അടക്കമുള്ള ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വരാനിരിക്കുന്നു. അതിന് മുന്നോടിയായി തന്നെയുള്ള പ്രതിപക്ഷ ഐക്യനിര ബലപ്പെടുത്തുക എന്നൊരൊറ്റ വിഷയം മാത്രമേ ഈ പ്രതിപക്ഷം ആദ്യമേ തീരുമാനിച്ചിരുന്നു. കാരണം പ്രതിപക്ഷത്തിന് വ്യക്തമായി തന്നെ അറിയാം, കാരണം നിലവിലെ സാഹചര്യത്തിൽ 314 പേരുടെ ഭൂരിപക്ഷം NDAക്ക് അവിടെ ഉണ്ട്. കാരണം ഇന്നിപ്പോൾ ശിവസേന മലക്കമറിച്ചിൽ നടത്തിയതിന്റെ ഭാഗമായി തന്നെ 18 പേർ, അതായത് ശിവസേനയുള്ള 18 MP കുറഞ്ഞെങ്കിലും നിലവിൽ 296 പേർ NDAക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭൂരിപക്ഷ സഭയിൽ എന്തായാലും BJP സർക്കാരിന് NDA സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിഭ്രാന്തി, ഒരു ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെ BJPക്ക് ഇല്ല. പക്ഷേ ഈ പറയുന്ന 314 പുറമെ മറ്റു കക്ഷികൾ, അതായത് UPAയിലില്ലാത്ത NDAയിലും ഇല്ലാത്ത മറ്റു കക്ഷികളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു തരമായിരുന്നു, അങ്ങനെ ഒരു അംഗബലം കൂടുതൽ കാണിക്കാം എന്നൊരു നയമായിരുന്നു BJP സർക്കാർ എന്തായാലും ലക്ഷ്യം വെച്ചത്. അതെന്തായാലും പാളിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം കൂടെയുള്ളവർ തന്നെ കൈയൊഴിഞ്ഞ സാഹചര്യം ഉണ്ടായിരിക്കുന്നു, കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം കഴിഞ്ഞ സഭാ സമ്മേളനത്തിലായിരുന്നു TDP എന്തായാലും NDA വിട്ട് പുറത്തുപോയത്. തങ്ങളുടെ പ്രധാന ആവശ്യമായ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്ന ആവശ്യത്തെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ സഭ പ്രക്ഷുബ്ധമായത്. എന്നാൽ തുടർന്ന് ഈ സഭയിലും ആദ്യ അവിശ്വാസ പ്രമേയം നൽകിയതും TDP MP ആയ KCNV ശ്രീനിവാസാണ് ഈ പ്രമേയം നൽകിയത്. ആ അവിശ്വാസ പ്രമേയത്തിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും റാഫേൽ അഴിമതി വിഷയം മുൻനിർത്തി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതോടെ സഭ കൂടുതൽ പ്രക്ഷുബ്ധമായി. സഭ 10 മിനിറ്റ് നിർത്തിവെക്കേണ്ടി വന്നു. അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്ന സഭ 10 മിനിറ്റ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം
2013 വാജ്പേയി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം വന്നതിന് ശേഷം 15 വർഷത്തിന് ശേഷമാണ് ഒരു അവിശ്വാസ പ്രമേയം വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു എല്ലാ തരത്തിലും എണ്ണി അക്കമിട്ട് കാര്യങ്ങൾ നിരത്താൻ എന്തായാലും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും സാധിച്ചു എന്ന് എന്തായാലും പറയേണ്ടി വരും. 2 കോടി ജനങ്ങൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞാണ് മോദി അധികാരത്തിൽ കയറിയത്. പക്ഷേ 4000 പേർക്ക് പോലും ജോലി നൽകാൻ മോദി സർക്കാരിന് സാധിച്ചില്ല. സ്ത്രീ സുരക്ഷ, ആൾക്കൂട്ടാക്രമണം, അതുപോലെ GSTയുടെ പ്രത്യാഘാതങ്ങൾ, അതുപോലെ നോട്ട് നിരോധനം എന്നിങ്ങനെ നിരത്തിയ എണ്ണമിട്ട് അക്കമിട്ട് നിരത്തിയായിരുന്നു ഓരോ കാര്യങ്ങളും രാഹുൽ ഗാന്ധിയും മറ്റുള്ള ഈ TDP 16 പ്രതിപക്ഷ പാർട്ടികളായിരുന്നു അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച. 16 പാർട്ടികൾ ആൾക്കാർ പ്രസംഗിക്കുമ്പോഴും അവർ ചർച്ച ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കൂടി ആയപ്പോൾ എല്ലാ തരത്തിലും പൂർണ്ണമായി. രാവിലെ 11 മണിക്ക് സഭ തുടങ്ങിയത് നേരെ അവിശ്വാസ പ്രമേയ ചർച്ചയിലൂടെ സഭ തുടങ്ങിയത്. കാരണം ചോദ്യോത്തരവേളയില്ല. കാരണം 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ അവിശ്വാസ പ്രമേയം ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ സ്വീകരിച്ചത്. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച സഭ ഇത് ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തുടർന്ന് 11 മണിക്ക് സഭ തുടങ്ങിയത് നേരെ അവിശ്വാസ പ്രമേയ ചർച്ചയിലൂടെയാണ് തുടങ്ങിയത്. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി തന്നെ ചർച്ച അവസാനിക്കും. 6 മണിക്ക് വിശ്വാസ വോട്ടെടുപ്പ് നടക്കും. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിന് മുന്നേ സഭ വിട്ട് പിരിയാനാണ് എന്തായാലും പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് എന്നൊരു വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഈ പ്രതിപക്ഷത്തിന് എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിൽ സർക്കാരിനെ താഴെയിടാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം നിലവിൽ ഇത്രയും ഭൂരിപക്ഷം സഭയിൽ 496 പേർ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ നിലവിൽ 248 പേരുടെ ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ സഭയിൽ എന്തായാലും സർക്കാരിനെ താഴെയിടാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് മൊത്തമായി 147 മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ശിവസേന പറ്റിച്ചു അല്ലെങ്കിൽ ശിവസേനയുടെ മലക്കമറിച്ചിൽ കാരണം NDAക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ 296 പേർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ NDAക്ക് ഒരു തരത്തിലുള്ള ടെൻഷനോ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ ഓപ്പോസിഷൻ, അതായത് പ്രതിപക്ഷ പാർട്ടിയായിരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള എല്ലാവർക്കും 147 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു തരത്തിലും അത് 248 എത്തുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് കോൺഗ്രസിനും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളായ 16 പ്രതിപക്ഷ പാർട്ടികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു വോട്ടെടുപ്പ്, വിശ്വാസ വോട്ടെടുപ്പിന്റെ സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചർച്ച കഴിയുന്നതോടെ തന്നെ സഭ വിടാൻ, സഭ പിരിയാം എന്നൊരു തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. നിലവിൽ എണ്ണമിട്ട് രാഹുൽ ഗാന്ധി ആക്രമിച്ച കാര്യം, അതായത് ബലാബല പരീക്ഷണം നടന്ന കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം രാജ്യത്തിന്റെ കാവൽക്കാരനായ അമിത്ഷായുടെ മകന്റെ ഒരു വിഷയം വന്നപ്പോൾ ഈ പറയുന്ന മോദി കണ്ണടച്ചു. അതുപോലെ തന്നെ രാജ്യത്തെ സ്ത്രീകൾ സുരക്ഷിതരല്ല, അതുപോലെ കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ള നിരവധി വിഷയങ്ങൾ എണ്ണമിട്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. റാഫേൽ അഴിമതി പ്രകാരം 45,000 കോടി രൂപയുടെ അഴിമതി ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചു. 45,000 കോടിയാണ് അവർക്ക് ലാഭം ഉണ്ടായിരിക്കുന്നത്. അതായത് മോദിയുടെ സുഹൃത്തിന് 45,000 കോടി രൂപയാണ് ലാഭം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. TDPയെ രാഷ്ട്രീയപരമായി വഞ്ചിക്കുകയാണ് മോദി സർക്കാർ ചെയ്തതെന്നൊരു ആരോപണവും ഈ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു. എന്തായാലും സഭ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പ്രസംഗത്തിന് ശേഷം അദ്ദേഹം നേരിട്ട് ചെന്ന് സഭ നടക്കുന്നതിനിടയിൽ നേരിട്ട് മോദിയുടെ അടുത്ത് നിന്ന് മോദിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗവും ഉണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കാരണം വാക്കാൽ പോരാടാം, പക്ഷെ ഒരു തരത്തിലും ഒരു വ്യക്തിപരമായ വിദ്വേഷം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ 4 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണത്തിലെ ഈ കോട്ടങ്ങളെല്ലാം തന്നെ എണ്ണമിട്ട് നിരത്തുക മാത്രമാണ് രാഹുൽ ഗാന്ധി നൽകിക്കൊണ്ടിരിക്കുന്നത്.